തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മാമാങ്കത്തിനാണ് കൊടിയേറിയത്. കേന്ദ്രം ഭരിക്കുന്ന എൻഡിഎ ഒരു വശത്തും 21 പ്രതിപക്ഷ കക്ഷികൾ മറുപക്ഷത്തും അണിനിരക്കുന്ന തെരഞ്ഞെടുപ്പിനായി രാജ്യവും ഒരുങ്ങുന്നു. 2014 കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ബിജെപി വിജയിച്ച 117 സീറ്റുകൾ ഇത്തവണ എൻഡിഎയുടെ വിജയപരാജയം നിശ്ചയിക്കും. 3 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ തള്ളിയിട്ട കർഷക പ്രക്ഷോഭങ്ങൾ, നോട്ടുമാറ്റമുണ്ടാക്കിയ ദുരിതം, GSTയിലൂടെ അടിത്തറ തകർന്ന ചെറുകിട കച്ചവട മേഖല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന വിഷയങ്ങൾ നിരവധി. 3 ദശാബ്ദത്തിനു ശേഷം ആദ്യമായാണ് ബിജെപിക്ക് 2014 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷേ 5 വർഷത്തിനു ശേഷം കാര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു. ഉത്തർപ്രദേശ്, കർണാടക, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നായി വെറും 10% താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ ബിജെപി വിജയിച്ച 117 ലോക്സഭാ മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ ഇത്തവണ അനുകൂലമല്ല. ഉത്തർപ്രദേശിൽ 10,000 താഴെ മാത്രം ഭൂരിപക്ഷത്തിലാണ് 34 സീറ്റിൽ ജയിച്ചത്. സമാജ്വാദിയും BSPയും സഖ്യമായതോടെ ഈ സീറ്റുകളിൽ ബിജെപി പരാജയപ്പെടുമെന്ന് സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു. കർണാടകയിലും ജാർഖണ്ഡിലുമായി 10ഓളം സീറ്റുകളിൽ 2014 ഭൂരിപക്ഷം 10,000 താഴെയായിരുന്നു. ഇവിടങ്ങളിൽ വോട്ട് ചോർച്ച തടയാൻ പ്രതിപക്ഷം സഖ്യമായി മത്സരിക്കുന്നു. പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ തവണ ആകെ ലഭിച്ച 5 സീറ്റ് ഇത്തവണ ഒപ്പമുണ്ടാകില്ലെന്നും സൂചന. കേരളത്തിലെ 20 സീറ്റുകളിലും പ്രതീക്ഷ വേണ്ടെന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് മുഴുവൻ സ്ഥാനാർത്ഥി ലിസ്റ്റും പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം സീറ്റുകളേറെയും സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വരുന്ന അവസ്ഥയാണ്. പ്രാദേശിക പാർട്ടികൾ ചുവടുറപ്പിക്കാം. 130 മില്യൺ വരുന്ന യുവ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും എന്നതാണ് പ്രധാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ലോക്സഭയോടൊപ്പം തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. അതേസമയം ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഒറ്റഘട്ടമായി ഏപ്രിൽ 11 ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഒഡീഷയിലാകട്ടെ 4 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ്. ഒഡീഷയിൽ ഏപ്രിൽ 11 ആദ്യഘട്ടം ആരംഭിക്കും. അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഒറ്റഘട്ടമായി ഏപ്രിൽ 11 തന്നെയാണ് തെരഞ്ഞെടുപ്പ്. ഈ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ മെയ് 23 ഫലപ്രഖ്യാപനം ഉണ്ടാകും. The commission has decided to hold elections for these legislative assemblies for these 4 states simultaneously with the general elections to the 17th Lok Sabha. 176 നിയമസഭാ സീറ്റുള്ള ആന്ധ്രാപ്രദേശിൽ 99 സീറ്റുകളുമായി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയാണ് ഭരിക്കുന്നത്. 66 സീറ്റുള്ള YSRCP ആണ് ആന്ധ്രയിലെ പ്രതിപക്ഷം. 3 നിയമസഭാ സീറ്റുകൾ മാത്രമേ ബിജെപിക്ക് ആന്ധ്രയിലുള്ളൂ. 32 നിയമസഭാ സീറ്റുള്ള സിക്കിമിൽ 23 സീറ്റ് കൈവശമുള്ള സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ പ്രതിപക്ഷമായ SKMനെ കൂട്ടുപിടിച്ച് താഴെയിടാനുള്ള തന്ത്രങ്ങളാണ് ബിജെപി ഇത്തവണ മെനയുന്നത്. 147 സീറ്റുള്ള ഒഡീഷയിൽ 117 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന BJD ഇത്തവണയും മന്ത്രിസഭ രൂപീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കോൺഗ്രസിന് 16 സീറ്റും ബിജെപിക്ക് 10 സീറ്റുമാണ് ഒഡീഷയിലുള്ളത്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പിന്നിൽ മോദി സർക്കാരിന് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ആരോപണം. 60 നിയമസഭാ സീറ്റുള്ള അരുണാചൽ പ്രദേശിൽ 48 സീറ്റുമായി ബിജെപിയാണ് അധികാരത്തിൽ. 5 സീറ്റുള്ള NPPയും 2 സീറ്റുള്ള INDയും ബിജെപിക്കൊപ്പമാണ്. പ്രതിപക്ഷമായ കോൺഗ്രസിന് 5 സീറ്റുകൾ മാത്രമാണ് അരുണാചലിലുള്ളത്. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ഭിന്നത രൂക്ഷമായിരിക്കെ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മതിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തണമെന്ന കാശ്മീരി നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം പ്രഖ്യാപിച്ചത്. കാശ്മീരിൽ 6 ലോക്സഭാ സീറ്റുകളിലേക്ക് 5 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച വേളയിൽ KN ബാലഗോപാലിനായി വോട്ട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി. ഇടതുമുന്നണി ലോക്സഭയിൽ അംഗത്വം വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ സമയം ലഭിച്ചത് പ്രചരണം നന്നാവുമെന്നും കോടിയേരി പറഞ്ഞു. കൊല്ലത്ത് ദേശാഭിമാനിയുടെ എഡിഷൻ ഉദ്ഘാടന വേദിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൂടി വേദിയായത്. ദേശാഭിമാനി കൊല്ലം എഡിഷൻ കെട്ടിടത്തിന്റെയും പ്രസിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും നിർവഹിച്ചു. തുടർന്ന് ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി KN ബാലഗോപാലിനായി വോട്ട് അഭ്യർത്ഥിച്ചത്. ഈ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുകയായിരുന്നു. സ്വാഗത പ്രസംഗം നടത്തിയ സഖാവ് ബാലഗോപാൽ ഇവിടുത്തെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാവർക്കും അദ്ദേഹത്തെ നമുക്ക് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരും ആകാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുകൂടി
അഭ്യർത്ഥിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-ന് നടത്തുന്നത് നന്നായെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇടതുമുന്നണി MLA-മാരെ മത്സരിപ്പിക്കുന്നതിനെ പരിഹസിക്കുന്ന BJP കുമ്മനത്തെ ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് മത്സരിപ്പിക്കുന്നതിനെ തിരിച്ചു പരിഹസിച്ചു. വോട്ടർമാരെ കാണാൻ കൂടുതൽ സമയം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് KN ബാലഗോപാലും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായതിന്റെ പേരിൽ പ്രതിലോമ ശക്തികളുടെ ആക്രമണങ്ങൾക്ക് ഇരയായവരുടെ വീടുകൾ സന്ദർശിച്ചാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി P. ജയരാജൻ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. കുത്തുപറമ്പിലെ പുഷ്പനെയും രക്തസാക്ഷികളുടെ അമ്മമാരെയും കുടുംബാംഗങ്ങളെയും കണ്ട് വോട്ടഭ്യർത്ഥിച്ച അദ്ദേഹത്തെ വികാരനിർഭരമായാണ് സ്വീകരിച്ചത്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ശയ്യാവലംബിയായി കഴിയുന്ന മേനപ്രം പുഷ്പനെ സന്ദർശിച്ചാണ് P. ജയരാജൻ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. കൂടുതൽ സന്തോഷവാനായിരുന്നു പുഷ്പൻ. സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം എല്ലാ വിജയാശംസകളും നേർന്നു. ചെറ്റക്കണ്ടി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് രക്തസാക്ഷി മണ്ഡപത്തിലും സുബീഷിന്റെ വീട്ടിലും P. ജയരാജൻ സന്ദർശനം നടത്തി. 1981-ൽ RSS സംഘം കൊലപ്പെടുത്തിയ മൂർക്കോത്ത് ചന്ദ്രന്റെയും 2015-ൽ RSS ബോംബെറിഞ്ഞുകൊന്ന പള്ളിച്ചാൽ വിനോദിന്റെയും വീടുകൾ P. ജയരാജൻ സന്ദർശിച്ചു. RSS പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട താഴേക്കുന്നത്തുപറമ്പിൽ അജയൻ, പാറാടുപുത്തൂരിലെ കല്ലായി അനീഷ്, പറമ്പത്ത് അജയൻ എന്നിവരുടെ വീടുകളും P. ജയരാജൻ സന്ദർശിച്ചു. ഇവരുടെയെല്ലാം കുടുംബാംഗങ്ങളെ കണ്ട് സ്ഥാനാർത്ഥിയായ വിവരവും അതുപോലെ തന്നെ എല്ലാ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങിയത്. രക്തസാക്ഷി കുടുംബങ്ങളിൽ വികാരനിർഭരമായ സ്വീകരണമായിരുന്നു P. ജയരാജന് ലഭിച്ചത്. ഓരോ കുടുംബാംഗങ്ങളും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നും കൂടെയുണ്ടാകുമെന്നും വിജയം സുനിശ്ചിതമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് P. ജയരാജനെ യാത്രയാക്കിയത്. ഏറ്റവും അവസാനമായി ഇന്നത്തെ ആദ്യത്തെ പര്യടനത്തിൽ അദ്ദേഹം വനിതാ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ പര്യടനം അവസാനിപ്പിച്ചത്. വടകര മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ ഫിറോഷ് കൂട്ടാലിക്കൊപ്പം PV ജോഷില. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ PK ശ്രീമതി ടീച്ചർ മുഖാമുഖം പരിപാടിയിൽ കണ്ണൂരിന്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ കച്ചവടക്കാരും വ്യവസായികളും ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽപ്പെട്ടവർ എത്തി. സ്ത്രീശക്തി പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചടങ്ങോടുകൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ശ്രീമതി ടീച്ചറുടെ ആദ്യ പ്രചരണ ദിനം അവസാനിച്ചത്. മണ്ഡലത്തിൽ ഏതു പരിപാടിക്ക് ക്ഷണിച്ചാലും നിരസിക്കാതെ സമയം കണ്ടെത്തി പങ്കെടുക്കുന്നതാണ് ശ്രീമതി ടീച്ചറുടെ ശീലം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ പ്രചരണ ദിനത്തിലും നേരത്തെ നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളും പ്രചരണ പരിപാടികളുമായി മുഴുവൻ സമയവും ജനങ്ങൾക്കിടയിലായിരുന്നു ശ്രീമതി ടീച്ചർ. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള 3 മുഖാമുഖം പരിപാടികളായിരുന്നു പ്രധാന പ്രചരണ പരിപാടി. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവർ കണ്ണൂരിന്റെ ആവശ്യങ്ങൾ ശ്രീമതി ടീച്ചർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മനസ്സുകൊണ്ട് വീണ്ടും ശ്രീമതി ടീച്ചറെ കണ്ണൂരിലെ വോട്ടർമാർ തിരഞ്ഞെടുത്തു എന്ന് വ്യക്തമാകുന്നതായിരുന്നു ജനങ്ങളുടെ പ്രതികരണം. ഈ മണ്ഡലത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുന്ന, നാടിനു വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ വികസന രംഗത്ത് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി ആണ് വേണ്ടതെന്നുള്ള ആഗ്രഹം പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുഖമാണ് എല്ലായിടങ്ങളിലും ഞാൻ കണ്ടത്. സാമൂഹ്യ സേവന രംഗത്തെ മികവിന് കൃഷ്ണ ജ്വൽസ് ഏർപ്പെടുത്തിയ 2019-ലെ സ്ത്രീശക്തി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതായിരുന്നു മറ്റൊരു പരിപാടി. പ്രൗഢമായ ചടങ്ങിൽ വ്യവസായ മന്ത്രി EP ജയരാജനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കണ്ണൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ചാണ് ശ്രീമതി ടീച്ചറെ സ്ത്രീശക്തി പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാറിന് വിജയാശംസ നേർന്ന എഴുത്തുകാരി P. വത്സല. വികസന രംഗത്ത് മാതൃകാ പ്രവർത്തനം നടത്തിയ പ്രദീപ് കുമാർ വിജയിക്കണമെന്ന് P. വത്സല പറഞ്ഞു. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും A. പ്രദീപ് കുമാർ വോട്ടഭ്യർത്ഥന തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാർ എഴുത്തുകാരി P. വത്സലയെ വീട്ടിലെത്തി കണ്ടത്. കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ P. വത്സല വികസന കാര്യങ്ങൾ പ്രദീപ് കുമാറുമായി സംസാരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് പ്രദീപ് കുമാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്ന് P. വത്സല പറഞ്ഞു. വേറിട്ട വികസന മാതൃക അവതരിപ്പിച്ച പ്രദീപ് കുമാർ പാർലമെന്റിലെത്തണമെന്നും വത്സല അഭിപ്രായപ്പെട്ടു. ഏറ്റവും താഴെ സാമ്പത്തിക നിലയിലുള്ളവർ മുതൽ ഏറ്റവും ഉയർന്ന മണ്ഡലത്തിലുള്ളവർ പോലും കാക്ഷിക്കുന്നത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം. അതാണ് നമ്മളുടെ ഒരു വികാസത്തിൻ്റെ തന്നെ തെളിവ്. അപ്പോൾ ഇങ്ങനെ ഒരു രംഗം അത് കയ്യിലെടുത്തു എന്നത് നമ്മൾക്കൊക്കെ ആശാവഹമായ പ്രതീക്ഷ നൽകും. ദീപകുമാർ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച, ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ആയിരിക്കും.
വികസനം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാന ചർച്ചയാവുമെന്ന് പ്രദീപ് കുമാറും വ്യക്തമാക്കി. കോഴിക്കോട് ആവുമ്പോൾ വികസനം ചർച്ച ചെയ്യപ്പെടും. കാരണം നമ്മളെല്ലാം കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ അതിന് പുറത്തും ചർച്ച ചെയ്യപ്പെട്ട പദ്ധതികൾ നമ്മുടെ അടുത്തുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ ഉയർന്നവരും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ഈ മണ്ഡലത്തിൽ തീർത്തും അനുകൂലമായിരിക്കും. AK ലതീഷ്, കോഴിക്കോട്. LDF എറണാകുളം ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഇന്ന് നടക്കും. കൺവെൻഷൻ MA ബേബി ഉദ്ഘാടനം ചെയ്യും. ഇതിനിടെ പ്രമുഖരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. രാജീവ്. വോട്ടർമാരിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് P. രാജീവ് പറഞ്ഞു. വൈകിട്ട് 5-ന് എറണാകുളം ടൗൺഹാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കും. കൺവെൻഷനോടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനം ആകെ പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രമുഖരെ നേരിട്ട് കാണുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി P. രാജീവ്. പ്രൊഫസർ MK സാനു, ഡോക്ടർ M. ലീലാവതി എന്നിവരെ സന്ദർശിച്ച് ആദ്യ ദിനം തന്നെ അനുഗ്രഹം തേടിയിരുന്നു. അന്തരിച്ച CPIM നേതാക്കളായ E. ബാലാനന്ദൻ, സൈമൺ ബ്രിട്ടോ എന്നിവരുടെ വീടുകളിലെത്തി വോട്ടഭ്യർത്ഥിച്ചായിരുന്നു 2ാം ദിവസത്തെ പര്യടനത്തിന്റെ തുടക്കം. ആവേശകരമായ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് P. രാജീവ് പറഞ്ഞു. വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് പൊതുവെ സമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകർ, മുന്നണി പ്രവർത്തകരെല്ലാം തന്നെ നല്ല ആവേശത്തോടുകൂടി സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആവേശത്തെ വോട്ടാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി ഏർപ്പെടേണ്ടത്. കേരളത്തിലെ വോട്ടെടുപ്പ് ഏപ്രിൽ 23-നായതിനാൽ പ്രചരണത്തിന് മതിയായ സമയം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രമുഖരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുള്ള പ്രചരണം ഇന്നും തുടരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടവും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ പ്രവർത്തനങ്ങളുമായിരിക്കും തന്റെ പ്രചരണത്തിൽ മുഖ്യമെന്ന് C. ദിവാകരൻ. തിരുവനന്തപുരം വിമാനത്താവളം പോലും കച്ചവടമാക്കിയ സിറ്റിംഗ് എംപിയുടെ വികസന വിരോധം ജനങ്ങൾ മനസ്സിലാക്കി തന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നും തിരുവനന്തപുരം LDF സ്ഥാനാർത്ഥി C. ദിവാകരൻ പറഞ്ഞു. ഒരു വശത്ത് തിരുവനന്തപുരത്തിന് വാഗ്ദാനങ്ങൾ മാത്രം നൽകി പറ്റിച്ച സിറ്റിംഗ് MP ശശി തരൂർ, മറുവശത്ത് രാജ്യത്ത് തന്നെ അഴിമതി നടത്തി കുത്തകകൾക്ക് തീരെഴുതിയ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർ തന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. എതിരാരാണെന്ന് നോക്കിയല്ല, നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നതെന്നും തിരുവനന്തപുരം LDF സ്ഥാനാർത്ഥി C. ദിവാകരൻ പറഞ്ഞു. നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആളുകൾ മറുപടി പറയേണ്ട ഒരു കാര്യം ഞാൻ ഗൗരവമായി തിരുവനന്തപുരത്തെ പൗരാവലിയുടെ മുമ്പിൽ, വോട്ടർമാരുടെ മുമ്പിൽ ഉന്നയിക്കാൻ. ഈ തിരുവനന്തപുരത്തിൻ്റെ, കേരളത്തിൻ്റെ ഒരു അഭിമാനവും സമ്പത്തും സ്വപ്നവുമാണ് അന്താരാഷ്ട്ര വിമാനത്താവളം. എന്തിനാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഈ അദാനിക്ക് കൈമാറി? നഗ്നമായ കച്ചവടമല്ലേ? ആ കച്ചവടത്തിനെ എതിർക്കാൻ ഞങ്ങളല്ലാതെ, നിങ്ങൾ ഈ പറയണ 3ാം സ്ഥാനക്കാരല്ലാതെ, ഇടതുപക്ഷ പ്രസ്ഥാനമല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ? താൻ നിന്നിടത്തെല്ലാം വിജയം കണ്ടിട്ടുണ്ട്, വിജയിച്ചിടത്തെല്ലാം വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും തന്റെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയാൻ തെരഞ്ഞെടുപ്പ് വരെയുള്ള ദിവസങ്ങൾ ധാരാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ കരുതാപ്പള്ളി പോകുമ്പോൾ അത് സിറ്റി സീറ്റ് അല്ലത്, ഞാൻ കൈവശി പോയതാ. അതാ ഇവിടുത്തെ എത്ര 150 കിലോമീറ്റർ അകലെയാണ്, എനിക്കൊരു പരിചയമില്ല. ഞാൻ അവിടെ ജയിച്ചതെന്ന് മാത്രമല്ല, അവിടെ എല്ലാം ചെയ്തു. ഇവിടെ ജനപ്രതിനിധികൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അറിയാൻ ചോദിച്ചാൽ, നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് കരുതാപ്പള്ളിയിൽ. അവിടെ 10 കൊല്ലം ഞാൻ എന്താണ് ചെയ്തത്? നിങ്ങൾ നെടുമങ്ങാട്ട് പോയി ചോദിച്ചു നോക്ക്. 2.5 കൊല്ലം ആളെയാണ്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എതിർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാത്തതിന്റെ മേൽക്കൈ നേടി ആറ്റിങ്ങലിൽ LDF പ്രചരണം ആരംഭിച്ചു. തന്റെ കന്നിയംഗത്തിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസിന്റെ തലേക്കൊന്നിൽ ബഷീറിനെ കണ്ടതിനു ശേഷമാണ് സിറ്റിംഗ് എംപിയായ A. സമ്പത്ത് പ്രചരണം തുടങ്ങിയത്. അടൂർ പ്രകാശായിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ UDFും ചുവരെഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 23-ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രചരണം ശക്തമാക്കി മുൻപോട്ടു പോകാനാണ് മുന്നണികളുടെ തീരുമാനം. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും ആറ്റിങ്ങലിൽ എതിരാളികൾ ആരെന്നതിന് അവ്യക്തത നിലനിൽക്കുന്നത് LDFന്റെ പ്രചരണത്തിന് ശക്തി കൂട്ടി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ചിറയിൻകീഴ് MPയുമായ തലേക്കുന്നിൽ ബഷീറിനെ കണ്ടാണ് LDF സ്ഥാനാർത്ഥി A. സമ്പത്ത് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. ആറ്റിങ്ങലിന്റെ വികസന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണങ്ങൾക്കുമപ്പുറം ദേശീയ രാഷ്ട്രീയ വിഷയം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമെന്ന് A. സമ്പത്ത് പറഞ്ഞു.
ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അത് പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ, അപ്പോൾ അനുവദിച്ചില്ല എങ്കിൽ പാർലമെൻറ്റിന് പുറത്ത് ഉന്നയിക്കാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആരാ ഉള്ളത്? ഞങ്ങൾ മാത്രമാണുള്ളത്. ഞങ്ങളില്ല എങ്കിൽ ഈ വിഷയങ്ങളില്ലാതാവുന്നില്ല. എന്നാൽ ഞങ്ങൾ അവിടെ ഇല്ല എങ്കിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ പിന്നെ മറ്റാരും ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടില്ലെങ്കിലും ആറ്റിങ്ങലിൽ UDF തങ്ങളുടെ പ്രചരണവും ചുമരെഴുത്തും ആരംഭിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശിന്റെ പേരിനാണ് പ്രഥമ പരിഗണന. BJP കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷ പ്രചരണം ഇനിയും ആരംഭിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച് 10 വർഷം പിന്നിടുമ്പോൾ മണ്ഡലം പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് LDF. സ്ഥാനാർത്ഥി PP സുനീർ മണ്ഡലത്തിൽ പര്യടനം തുടങ്ങി. വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ പ്രചാരണം തുടങ്ങാനായത് മണ്ഡലത്തിൽ ഗുണം ചെയ്യുമെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. CPI ജില്ലാ എക്സിക്യൂട്ടീവായിരുന്നു സ്ഥാനാർത്ഥിയുടെ ആദ്യ പരിപാടി. പിന്നീട് LDF യോഗം, പാർട്ടി ലോക്കൽ ജനറൽ ബോഡി കുടുംബയോഗം എന്നിവയിലും പങ്കെടുത്തു. വയനാട്ടിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, മലപ്പുറം ജില്ലയിലെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന വയനാട് മണ്ഡലത്തിൽ വരും ദിവസങ്ങളിൽ വിവിധ പരിപാടികളാണ് സ്ഥാനാർത്ഥിക്കുള്ളത്. ബത്തേരി ഫെയർലാൻഡിലായിരുന്നു ആദ്യ കുടുംബസംഗമം. ഫെയർലാൻഡ് സീക്കുന്ന് പ്രദേശത്തെ 250ഓളം കൈവശക്കാർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. ഈ സന്തോഷവും ആളുകൾ സ്ഥാനാർത്ഥിയുമായി പങ്കിട്ടു. വയനാട്ടിൽ മാറ്റം സൃഷ്ടിക്കുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്ന് PP സുനീർ പറഞ്ഞു. വയനാട്ടിലെ ജനങ്ങളും ഈ ചുമതല എന്നെ ഏൽപ്പിക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അവരോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ഒരവസരം എനിക്ക് ലഭിച്ചാൽ തീർച്ചയായും അവരുടെ ഒരാളായി നിന്നുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഒരു ജനപ്രതിനിധിയെ കാണാൻ ഇടനിലക്കാരനില്ലാതെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നേരിട്ട് അവരൊരു സുഹൃത്തായി, സഹോദരനായി പരിഗണിക്കാൻ കഴിയാവുന്ന ഒരു ജനപ്രതിനിധിയായി മാറുമെന്ന വാക്കാണ് എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകാനുള്ളത്. 12-ന് മാനന്തവാടി, 13-ന് ബത്തേരി, 14-ന് കൽപ്പറ്റ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തും. 14-ന് മുക്കത്ത് മണ്ഡലം കൺവെൻഷൻ ചേരും. 16-ന് ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടക്കും. ന്യൂസ് ബ്യൂറോ, വയനാട്. ആലപ്പുഴ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ മണ്ഡലം കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ടൗൺ ഹാളിൽ നടക്കുന്ന കൺവെൻഷൻ പുന്നപ്ര സമരസേനാനി VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഗംഭീര സ്വീകരണമാണ് മണ്ഡലത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റോഡ് ഷോയിലൂടെ ആലപ്പുഴ നഗരത്തിൽ പര്യടനം നടത്തിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നലെ മണ്ഡലത്തിലെ ഇടതുപക്ഷ വനിതാ പാർലമെന്റ് യോഗങ്ങളിലും പങ്കെടുത്തു. വളരെ ആവേശകരമായ സ്വീകരണമാണ് ആരിഫിന് ലഭിച്ചത്. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇടതുപക്ഷമായിരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ പറഞ്ഞു. വളരെ തന്ത്രപരമായ ഒരു സ്ഥിതിയാണ്. നമ്മുടെ ആരിഫിനെ പാർലമെന്റിലേക്ക് അയക്കുമ്പോൾ ആര് ഇന്ത്യ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു പാർലമെന്റ് മെമ്പറായിരിക്കും സഖം ആരിഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കി. മുൻ MP CS സുജാത വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇതിനിടയിൽ വേദിയിലെത്തിയ സ്ഥാനാർത്ഥി AM ആരിഫിന് ഗംഭീര സ്വീകരണമാണ് നൽകിയത്. ആലപ്പുഴയുടെ സമഗ്ര വികസനത്തിന് താൻ ഒപ്പമുണ്ടെന്ന ഉറപ്പു നൽകിയാണ് ആരിഫ് വേദി വിട്ടത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഔദ്യോഗിക തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് തൃശൂർ ടൗൺ ഹാളിൽ നടക്കുന്ന LDF കൺവെൻഷനിൽ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസ് മണ്ഡലത്തിൽ ഏറെ മുന്നിലാണ്. ഇപ്പോഴും കലാപം തുടരുന്ന കോൺഗ്രസിൽ തൃശൂരിൽ ആരെ മത്സരിപ്പിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. BJPയിലും ഗ്രൂപ്പ് തർക്കങ്ങൾ കാരണം ഇനിയും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. LDF കൺവെൻഷനിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ബേബി ജോൺ, സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളും പങ്കെടുക്കും. ഇടതുപക്ഷത്തിന്റെ ശക്തമായ കോട്ടകളായ പാലക്കാടും ആലത്തൂരും ചരിത്ര വിജയം ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് LDF പ്രവർത്തകർ. ചുവരെഴുത്തും പ്രചരണ ബോർഡുകളും എല്ലാമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നാടെങ്ങും നടക്കുകയാണ്. പാലക്കാടും ആലത്തൂരും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സുപരിചിതരാണ്. MB രാജേഷ് പാലക്കാട് നിന്നും PK ബിജു ആലത്തൂർ നിന്നും ഹാട്രിക് വിജയം തേടിയിറങ്ങുമ്പോൾ നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എത്തിയതിന്റെ ആത്മവിശ്വാസവുമായി വിജയം മികവുറ്റതാക്കാനുള്ള ഒരുക്കങ്ങളാണ് LDF പ്രവർത്തകർ എങ്ങും നടത്തുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ചുവരെഴുത്തടക്കമുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. പാലക്കാട് കഴിഞ്ഞ തവണത്തെ റെക്കോർഡ് ഭൂരിപക്ഷം മറികടക്കുമെന്നാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ.
ആ റെക്കോർഡ് തിരുത്തി അതിൽ മുകളിലോട്ട് വരണമെന്നാണ് ഞങ്ങളൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. അത് മുകളിലോട്ട് വരിക തന്നെ ചെയ്യും. കാരണം അത്രയധികം നല്ല പ്രവർത്തനങ്ങളാണ് നമ്മളുടെ ഇപ്പോൾ ഉള്ള MP നമ്മളെ സിറ്റിംഗ് MP ആയ MP രാജേഷ് നല്ല പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും കൂടുതൽ വോട്ട് നേടി വിജയിക്കാൻ MP രാജേഷിന് കഴിയുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ആലത്തൂരും ചരിത്ര വിജയത്തിനായുള്ള ഒരുക്കങ്ങളുമായി LDF പ്രവർത്തകർ മണ്ഡലത്തിൽ സജീവമാണ്. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കാനാണ് സാധ്യത. ജയിപ്പിക്കുകയും ചെയ്യും. അതിനുവേണ്ട ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾക്കിവിടെ സ്ഥാനാർത്ഥിയോ പ്രത്യേകിച്ച് പുതുതായിട്ട് പരിചയപ്പെടുത്തേണ്ടതില്ല. കഴിഞ്ഞ 10 വർഷമായി മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് വലിയൊരു ഭൂരിപക്ഷം എന്തായാലും ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാവും. സ്ഥാനാർത്ഥികൾ വിവിധ മേഖലകളിൽ വോട്ടുറപ്പിക്കുമ്പോൾ ബൂത്ത് തലം മുതൽ പിഴവേതുമില്ലാത്ത പ്രചാരണമൊരുക്കി വിജയത്തിന്റെ തിളക്കം കൂട്ടാനുള്ള ഇടപെടലുമായി ഇടതുമുന്നണി പ്രവർത്തകർ മണ്ഡലത്തിൽ സജീവമാവുകയാണ്. ചുവരെഴുത്തുകളും പ്രചാരണ ബോർഡുകളും നിറഞ്ഞു തുടങ്ങി. ഇളകാത്ത ഇടതുകോട്ടകൾ കാത്തുസൂക്ഷിക്കാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് LDF പ്രവർത്തകർ. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. കോട്ടയത്ത് മത്സരിക്കണമെന്ന നിലപാടിലുറച്ച് PJ ജോസഫ്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാകാതെ കേരള കോൺഗ്രസ് എം. അന്തിമ തീരുമാനമെടുക്കാൻ കെ മാണിയെ ചുമതലപ്പെടുത്തി സ്റ്റിയറിംഗ് കമ്മിറ്റി പിരിഞ്ഞു. ചെയർമാൻ PJ ജോസഫ് ലോക്സഭയിലേക്ക് പോകണമെന്ന മോഹം പലപ്പോഴായി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണത് പാർട്ടി യോഗത്തിൽ തുറന്നു പറയുന്നത്. മാണിയുടെ തട്ടകത്തിൽ മത്സരിക്കാൻ ആഗ്രഹം അറിയിച്ച PJ ജോസഫിനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ KM മാണി അറിയിച്ചത്. പിന്മാറാതെ PJ ജോസഫ് മത്സരിക്കുമെന്ന നിലപാടിൽ ഉറച്ചുനിന്നതോടെ തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് വിട്ടു. MLA മാർ മത്സരിക്കേണ്ടെന്ന അഭിപ്രായത്തിനായിരുന്നു കമ്മിറ്റിയിൽ മുൻതൂക്കം. മാധ്യമങ്ങളിലൂടെ PJ ജോസഫ് മത്സരിക്കാൻ പരസ്യമായി സീറ്റ് ആവശ്യപ്പെട്ടത് തന്നെ അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മാണി വിഭാഗം അന്തിമ തീരുമാനമെടുക്കാൻ പാർട്ടി ചെയർമാൻ KM മാണിയെ ചുമതലപ്പെടുത്തി. ഏതായാലും കോട്ടയം ഞങ്ങൾ 2 ചോദിച്ചു 1 തന്നു. കോട്ടയമാണ് കിട്ടിയിരിക്കുന്നത്. കൃത്യ സീറ്റ് ഒരിക്കലും കൈവിട്ടു പോകാതെ അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരുടെയും മുമ്പിലുള്ള പ്രധാന ധർമ്മമുള്ളതാണ്, കർത്തവ്യമുള്ളതാണ്. അതിനെപ്പറ്റിയുള്ള ദീർഘമായ ചർച്ചകളാണ്. അത് ഇനിയൊരു കാര്യം ചെയ്യാൻ ഞാൻ എന്നെ അതിൽ ഓതറൈസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കുകയില്ല. ഞാൻ കേരള കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാരുമായി, സംസ്ഥാന നേതാക്കന്മാരുമായി, അതിൽ പ്രത്യേകിച്ച് കോട്ടയത്തുള്ള നേതാക്കന്മാർ, മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ഉള്ളല്ലോ, എല്ലാവരെയും വിളിച്ചു വരുത്തിയൊക്കെ കേട്ട അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം യുക്തമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്നും തീരുമാനം ചെയർമാൻ അറിയിക്കുമെന്നും PJ ജോസഫും പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പ്രാദേശിക പാർട്ടി നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷം അധികം വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സംസ്ഥാന റവന്യൂ വകുപ്പ് ഭവനരഹിതർക്കായി ആവിഷ്കരിച്ച ഭൂമിഗീതം പദ്ധതിയുടെ ഭാഗമായി തൃശൂരിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോലുകൾ കൈമാറി. ഇന്ത്യയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കല്യാൺ ജ്വല്ലേഴ്സുമായി സഹകരിച്ചാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പിലാക്കിയത്. 24 വീടുകളാണ് ഭവനരഹിതർക്കായി ഒരുക്കി നൽകിയിരിക്കുന്നത്. തൃശൂർ കിരാരൂരിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി VS സുനിൽകുമാറും കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമനും ചേർന്ന് വീടുകളുടെ താക്കോൽ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ TV അനുപമ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.